കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയിലുള്ള ന്യൂയോർക്ക് സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ വചനങ്ങൾ നിങ്ങൾക്കായി നൽകപ്പെടുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ചെറിയ സംവിധാനത്തെ, ഈ 5 അപ്പവും 2 മീനും കർത്താവ് കരങ്ങളിലെടുത്ത് ആശീർവദിച്ച് തൻ്റെ ജനത്തിന് അനുഗ്രഹമാക്കി മാറ്റിയ ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ഈ ഒരു ശുശ്രൂഷ. കർത്താവിൻ്റെ അനന്തമായ പരിപാലനയും മാറ്റമില്ലാത്ത കാരുണ്യവുമാണ് ഈ ശുശ്രൂഷ തുടർച്ചയായി ടെലികാസ്റ്റ് ചെയ്യപ്പെടുവാൻ കാരണമായത്. നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയോർത്തും കാരുണ്യത്തെയോർത്തും നമുക്ക് നന്ദിയുള്ളവരാകാം. 100-ാം സങ്കീർത്തനം 5-ാം വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. അത്ര മനോഹരമായ വചന, നമ്മൾ അനേക പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണ്. 3 കാര്യങ്ങളാണ് ഈ വചനം നമ്മൾ അറിയിക്കുന്നത്. ഒന്നാമത്, ലോർഡ് ഈസ് ഗുഡ്, കർത്താവ് നല്ലവനാണ്. സ്നേഹത്തോടെ എല്ലാവരും നെറ്റു പറഞ്ഞേ, കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്. രണ്ടാമത്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. മാറ്റമില്ലാത്ത കരുണയാണ് കർത്താവിൻ്റെത്, മാറിപ്പോകാത്ത സ്നേഹം. നമ്മൾ വചനത്തിൽ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണ്. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. എത്ര അത്ഭുത വചനമാണിത്! മാറിപ്പോകാത്ത കർത്താവിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. 3-ാമത്തെ സവിശേഷത, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും സ്വർഗം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ മേഖലകളിലെല്ലാം ഒരുപാട് എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. അവിടുത്തെ വിശ്വസ്തതയാണ് നമ്മുടെ ആധാരം. 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വേടന്റെ കെണിയിൽ നിന്ന്, മാരകമായ മഹാമാരിയിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. കർത്താവിൻ്റെ വിശ്വസ്തത നമുക്ക് സംരക്ഷണമാണ്. ആ വിശ്വസ്തത നമുക്ക് ഉറപ്പായ സങ്കേതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം തരുന്ന ഉറപ്പിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അല്പസമയം കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പോവാണ്. ആ നാമം അത്ഭുത നാമമാണ്. നമ്മുടെ കർത്താവിൻ്റെ നാമം രക്ഷാനാമമാണ്. അത് നമ്മെ ശുദ്ധീകരിക്കുന്ന നാമമാണ്, സൗഖ്യത്തിൻ്റെ നാമമാണ്, നമ്മെ അനുഗ്രഹിക്കുന്ന നാമമാണ്. ആ നാമത്തിന് അനന്തമായ ശക്തിയും കൃപയും സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എല്ലാവരുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്ന സമയം, നിങ്ങളായിരിക്കുന്ന ഭവനത്തിലേക്ക് കർത്താവിൽ നിന്ന് മഹത്വം ഇറങ്ങി വരുന്ന സമയം, ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയമാണ്. നമുക്കൊന്നിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശുശ്രൂഷ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ് ലോർഡ്. രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവെ. തകർന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. വേദനിച്ചിരിക്കുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം കൊടുക്കണമേ. പുണ്യപരിശുദ്ധാത്മാവേ, ജനത്തിന്റെ മേൽ വരണമേ. സൗഖ്യമായി, അനുഗ്രഹമായി, വിമോചനമായി, ദൈവശക്തിയായ ആത്മാവെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചന സത്യങ്ങൾക്കായി എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. കർത്താവെ, വചനമയച്ച് പാപപൈശാചിക ആധിപത്യ ശക്തികളെ നിർവീര്യമാക്കണമേ. ലോർഡ്, റിലീസ് യുവർ അനോയിന്റിംഗ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി
നയിക്കണേ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, ദൈവവചനത്തിന്റെ നാഥേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ദൈവവചനത്തിന് മുൻപിലായിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ അല്പസമയം തിരുവചനങ്ങളെ ശ്രവിക്കുവാനും കേൾക്കുന്ന വചനങ്ങളെ സ്വീകരിക്കുവാനുമായി നമുക്കൊരുങ്ങാം. ശുലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനത്തിൽ മനോഹരമായൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ ബൈബിളിൽ എന്നെ സ്വാധീനിച്ച ശക്തമായ ഒരു കൊച്ചു പ്രാർത്ഥനയാണിത്. വലിയ പ്രാർത്ഥനയല്ല, വളരെ ഷോർട്ട് പ്രയർ, വളരെ ചെറിയൊരു പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ലോർഡ്, ഇൻക്രീസ് അവർ ഫെയ്ത്ത്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ ശിഷ്യന്മാരെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്? വേറെ എത്രയോ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. കർത്താവേ, ഞാൻ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ സൗഖ്യത്തെ വർദ്ധിപ്പിക്കണമേ, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ, രോഗികളെ സുഖപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ, കുടുംബങ്ങളെ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. 100 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യാനുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ശിഷ്യന്മാർ പ്രാർത്ഥിച്ചത്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ ഒരു ശുശ്രൂഷയുടെ പേര് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ആ ടൈറ്റിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, കർത്താവിന്റെ പരിശുദ്ധ വചനത്തിൽ വിശ്വസിക്കുന്നു, യേശുക്രിസ്തു ഏക രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നു, യേശു മാത്രമാണ് ഏക കർത്താവെന്ന് വിശ്വസിക്കുന്നു, നിത്യജീവനിൽ വിശ്വസിക്കുന്നു, കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഈ വിശ്വാസ സത്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾ ഏറ്റുപറയുമ്പോൾ എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസമാണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശുക്രിസ്തു ഏക രക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞ് അത് ജീവിക്കണമെങ്കിൽ ഒരു സാധാരണ വിശ്വാസം പോരാ, ഒരു എക്സ്ട്രാ ഫെയ്ത്ത്, ഒരു അധികമായ വിശ്വാസം തങ്ങൾക്ക് ആവശ്യമാണെന്ന് ശിഷ്യന്മാർ മനസ്സിലായി. കാരണം യേശു ഏക രക്ഷകൻ, യേശുക്രിസ്തു ഏക കർത്താവ് എന്നുള്ള വിശ്വാസം ജീവിക്കുമ്പോൾ അവിടെ പ്രതിസന്ധികളുണ്ട്, അവിടെ സഹനങ്ങളുണ്ട്, നഷ്ടപ്പെടലുകളുണ്ട്. ഈ വിശ്വാസം പല ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ച് കൃപയോടെ ജീവിക്കണമെങ്കിൽ ഒരു സാധാരണ വിശ്വാസം പോരാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു സാധാരണ ഫെയ്ത്ത് കൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. അവർക്ക് മനസ്സിലായി ഇതിന് വലിയ വിശ്വാസം വേണം, അധികമായ വിശ്വാസം വേണം, വിശ്വാസത്തിൽ വർധനവുണ്ടാകണം. എങ്കിൽ മാത്രമാണ് വിശ്വാസത്തെ പ്രതിയുള്ള സഹനങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും നഷ്ടപ്പെടലുകളിലും നൊമ്പരങ്ങളിലും അവഗണനകളിലും എല്ലാം കൃപയോടെ ജീവിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റെന്തിനേക്കാൾ ഉപരി ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസം വർദ്ധിക്കാനാണ്. വിശ്വാസം വർദ്ധിക്കാനാണ്. എനിക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ എല്ലാമായി. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പിശാച് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് അവന്റെ വിശ്വാസത്തെയാണ്. വിശ്വാസം അവനിൽ നശിപ്പിക്കുക, വിശ്വാസം ഇല്ലാതാക്കുക, വിശ്വാസത്തെ ദുർബലമാക്കുക, അവനിൽ സംശയങ്ങൾ കൊടുക്കുക, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ വിശ്വാസരാഹിത്യത്തിലേക്ക്, ഒരു അപ്പോസ്റ്റസി, വിശ്വാസ ത്യാഗത്തിലേക്ക് എന്നെയും നിങ്ങളെ നയിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. കാരണം സാത്താൻ അറിയാം, ഒരു വ്യക്തിയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വ്യക്തി ആത്മീയം ധാർമ്മികവുമായി അധപതിച്ചു. വിശ്വാസമില്ലാത്തൊരു വ്യക്തിയെ കൊണ്ട് എന്ത് പാപം ചെയ്യിപ്പിക്കാനും പിശാചിന് പറ്റും.
നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം പറയുന്ന കാര്യങ്ങൾ. യഥാർത്ഥ വിശ്വാസമുള്ളൊരു വ്യക്തിക്ക് കർത്താവായ യേശുവിലൂടെ നമുക്ക് ലഭിച്ച സത്യവിശ്വാസം, റിയൽ ഫെയ്ത്ത്, ട്രൂ ഫെയ്ത്ത്, ഈ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് മദ്യപിക്കാൻ പറ്റുകയില്ല. അവൻ അവിഹിത ബന്ധങ്ങളിലേക്ക്, കുടുംബജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുവാൻ, ഈ ലോകത്തിന്റെ മ്ലേച്ഛതകൾ ആസ്വദിക്കാൻ, ഈ ലോകത്തിന് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി തന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തി കളയുവാൻ അവനും അവൾക്കും സാധിക്കില്ല. അപ്പൊ എവിടെ വിശ്വാസമുണ്ടോ അവിടെ കൃപയുണ്ട്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ അനോയിന്റിംഗ് ഉണ്ട്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ ഹോളി സ്പിരിറ്റിന് ഒരു മുന്നേറ്റം, ഒരു ചലനമുണ്ട്. അതുകൊണ്ട് തന്നെ പിശാച് ആദ്യം ചെയ്യുന്നത് വിശ്വാസമില്ലാതാക്കുക, ദൈവവചനത്തിൽ സംശയം ജനിപ്പിക്കുക. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് തകർച്ച? എന്താ നിനക്കൊരു വളർച്ച വരാത്ത? എന്താ നിന്റെ ജീവിതം ഇതുപോലെ ആകുന്നത്? നീ അവരെ നോക്ക്, നീ ഇവരെ നോക്ക്. അവരെക്കാൾ എത്രയധികമായി നീ അധ്വാനിക്കുന്നു, നീ കഷ്ടപ്പെടുന്നു, എന്നിട്ടും നിനക്കെന്തേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാത്തത്? എന്താ നിന്റെ ജീവിതം ഇങ്ങനെ? നിന്റെ മക്കൾ എന്തെങ്ങനെ? നിന്റെ കുടുംബം എന്തെങ്ങനെ? നിന്റെ തൊഴിൽ എന്തെങ്ങനെ? നിനക്കൊരു പുരോഗതി, നിനക്കൊരു വളർച്ചയില്ല. ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് തോട്ട്സ് തന്ന് നമ്മുടെ വിശ്വാസത്തെ പിശാച് ഞെരുക്കുകയാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണമത്. വിശ്വാസത്തെ ഞെരുക്കിക്കളയുന്നു, വിശ്വാസം ഞെരുക്കുന്നു. ഈ ചതി മനസ്സിലാക്കാത്ത ദൈവമക്കള് അറിഞ്ഞറിയാതെയോ കൊണ്ട് വിശ്വാസരാകിൽ എന്തിനെ നീ പ്രാർത്ഥിക്കണം? എന്തോരം പ്രാർത്ഥിച്ചു, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ പ്രയോജനമില്ല. ഈ വിശ്വാസം പറഞ്ഞിട്ടും ജീവിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഒരു വിശ്വാസം ഇല്ലാത്ത എന്തോരം നന്നായിട്ട് അവർക്ക് എന്തോരം വളർച്ച കിട്ടണം. ഞാനിങ്ങനെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഇതുപോലെ കർത്താവിനെ സ്നേഹിച്ചിട്ട് എനിക്ക് കിട്ടുന്നത് മുഴുവൻ ഈ സഹനവും, ഈ വേദനയും, ഈ കണ്ണുനീരും, ഈ ദുരിതങ്ങളും. എന്തിനാ വിശ്വാസം? ശ്രദ്ധിക്കണമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ എന്താ വിശ്വസിക്കുന്നത്? നിന്റെ വിശ്വാസം എന്തിനെ പ്രതിയ? പ്രിയ ദൈവത്തിന്റെ പൈതലെ, നീ വിശ്വസിക്കുന്നത് കർത്താവിന്റെ സത്യവചനത്തിലാണ്, നിത്യജീവനിലാണ്. യേശുക്രിസ്തു ഏക രക്ഷകൻ, ജീസസ് ഈസ് ഓൺലി സേവിയർ, ജീസസ് ഈസ് ദ ലോർഡ്. ഈ സത്യത്തിലാണ് നീ വിശ്വസിക്കുന്നത്. നിന്റെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ഈ വിശ്വാസത്തിന് ഒരു മാറ്റവും വരുന്നില്ല. ശ്രദ്ധിക്കണം, ഒരു മാറ്റവും വരുന്നില്ല. പരിശുദ്ധ അമ്മ മാതാവിനെ വ്യത്യസ്തയാക്കുന്നത് ഈ ഫെയ്ത്താണ്. ലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയും, കർത്താവ് ഇങ്ങോട്ട് നോക്കി, ഈ വചനങ്ങൾ, കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒരാമേൻ പറഞ്ഞേ, ആമേൻ. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് ഭാഗ്യവതിയായത്? ദൈവത്തിന്റെ വചനം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. വചനം നിറവേറപ്പെടും. ദൈവവചനത്തിന് മാറ്റമില്ല, വചനത്തിന് ഇളക്കമില്ല, വചനം പരാജയപ്പെടുന്നില്ല. ദൈവത്തിന്റെ ജീവനുള്ള വചനം അത് പൂർത്തീകരിക്കപ്പെടും, അത് നിശ്ചയമായി സംഭവിക്കും. അത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ വചനം നിറവേറപ്പെടുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട്, കള്ളത്തരം പറയരുത്. ഹൃദയം തുറന്ന് ചിന്തിക്കും. നീ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെ പല പ്രാവശ്യം വിശ്വസിക്കുന്നു പറയുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന്റെ വചനം നിറവേറപ്പെടുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ചിലപ്പോൾ നിന്റെ ജീവിതം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നിന്റെ ജീവിത സാഹചര്യങ്ങള്, നിന്റെ മക്കള്, നിന്റെ കുടുംബം, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികള്, നീ നേരിടുന്ന ക്രൈസിസുകള്, പലവിധത്തിലുള്ള തകർച്ചകള്, മക്കളെ പറ്റിയുള്ള ചില പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അതൊന്നും നടക്കുന്നില്ല. മക്കളെ വഴിക്ക് പോകുന്നു. അവർക്ക് അവരുടേതായ ഐഡിയോളജികളുണ്ട്, അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്, അവർക്ക് അവരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഇതിനൊക്കെ പ്രതി നീ വേദനിക്കുന്നുണ്ട്, നീ സങ്കടപ്പെടുന്നുണ്ട്, നീ ഒത്തിരി അസ്വസ്ഥപ്പെടുന്നുണ്ട്. എന്നാൽ എൻ്റെ സഹോദര സഹോദരി, കർത്താവിന്റെ ജീവനുള്ള വചനം നിന്നോട് ചോദിക്കുക, ഈ പ്രതിസന്ധിയിലും ഈ വചനങ്ങൾ നിറവേറപ്പെടുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് വിശ്വസിക്കുന്നത് പറയുന്ന അർത്ഥം. നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പരിശുദ്ധ അമ്മയെ വ്യത്യസ്തയാക്കിയത് നിങ്ങൾ ചിന്തിക്കണം. അത്ര ഈസി ആയ ഒരു കാര്യമല്ല അവിടെ വിശ്വസിച്ചത്. ഒരു പുരുഷൻ അറിയാതെ, പുരുഷ സ്പർശനം ഏൽക്കാതെ ഒരു സ്ത്രീ ഗർഭിണിയായ നാട്ടുകാർ എന്ത് പറയും? നിങ്ങൾ ചിന്തിക്കണം. എല്ലാത്തും നമ്മൾക്ക് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു ക്രൈസിസ് ആണ്. അതിന് നടുവിലാണ് മറിയം പറയുന്നത്,
കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. എൻ്റെ സഹോദരങ്ങൾ, ഈ ഒരു ഫെയ്ത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു LKG വിശ്വാസത്തിലായിരിക്കാനല്ല. നമുക്ക് വിശ്വാസ ജീവിതത്തിൽ വളർച്ചയുണ്ടാകണം. എന്തിനാ കർത്താവ് ഈ പരിശോധനകൾ അനുവദിക്കുന്നത്? ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്കാണ് ഒരു എക്സാം, ഒരു പരീക്ഷയുണ്ട്. 6ൽ നിന്ന് 7ലേക്ക് കടക്കാൻ ആ പ്രൊമോഷന് മുമ്പ് ഒരു പരീക്ഷയുണ്ട്. ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് പരിശോധനകൾ നൽകുന്നുണ്ട്. വിശ്വാസത്തിലുണ്ടാകുന്ന പരിശോധനകൾ. ഇതില്ലാതൊരു വിശ്വാസ ജീവിതം ഇന്ന് അനേകടത്താൽ പ്രാർത്ഥിച്ചാലെല്ലാം കിട്ടും. കർത്താവിന്റെ പുറകെ പോയാൽ പിന്നെ ഒരു അല്ലിലും അലച്ചിലും ഇല്ലാത്ത സുഖമായ, വളരെ കംഫർട്ടുള്ള, സുന്ദരമായ ജീവിതം സ്വപ്നം കണ്ട് പലരും ധ്യാനം കൂടാൻ പോകുന്നുണ്ട്. ധ്യാനം കൂടുന്നത് വളരെ നല്ലതാണ്. കാരണം ദൈവവചനത്തിന്റെ മർമ്മങ്ങള് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോൾ കർത്താവിന്റെ മനസ്സറിയാനും കർത്താവിന്റെ വഴികൾ തിരിച്ചറിയാനും എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നമുക്ക് പരിശോധനകൾ ഉണ്ട് സഹോദരങ്ങളെ. ഇതില്ലാത്തൊരു വിശ്വാസ ജീവിതമില്ല. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും മാറുമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ ഒരിടത്തും കർത്താവ് പറഞ്ഞിട്ടില്ല. അത് കർത്താവിന്റെ വചനമല്ല. പ്രാർത്ഥിച്ചാൽ പ്രശ്നങ്ങളിൽ ദൈവ പരിപാലനയുണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളിൽ കർത്താവ് നിന്നെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ആ പ്രശ്നങ്ങൾ നിന്നെ മുക്കിക്കളയാൻ നിന്റെ കർത്താവ് ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് തിരുവചന സങ്കീർത്തന വചനം പറയുന്നത് എന്താ പറയുന്നത്? ആപത്തിൽ ദൈവഭക്തർ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ. ഈ സങ്കീർത്തന വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. ആപത്തിൽ, ദുരിതങ്ങളിൽ, സങ്കടങ്ങളിൽ, കണ്ണുനീരുകളിൽ, തകർച്ചകളിൽ, മാനസികമായ ഞെരുക്കങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, മക്കളെയോർത്തുള്ള ആകുലതകളിൽ നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ വചനം പറയുന്നത്? നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നീ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക. ഉടനെ കർത്താവ് അതെല്ലാം നീക്കിക്കളയും. അതല്ല പറയുന്നത്. അതൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികളൊന്നും, ആ സഹനങ്ങളൊന്നും, ആ വേദനകളും കഷ്ടതകളും ഒന്നും നിന്നെ മുക്കിക്കളയാൻ നിന്റെ കർത്താവ് അനുവദിക്കുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ്, ഈ വിശ്വാസം ബോധ്യമുള്ളവരെ ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞ് ആമേൻ. ഇത് വിശ്വസിക്കണം നിങ്ങൾ. കരകവിഞ്ഞൊഴുകി. എന്ത് കരകവിഞ്ഞൊഴുകിയ? സഹനങ്ങൾ കരകവിഞ്ഞൊഴുകിയ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ വെള്ളപ്പൊക്കം ഉണ്ടാകും, നദികളൊക്കെ കരകവിഞ്ഞൊഴുകും. ഇതുപോലെ കരകവിഞ്ഞൊഴുകുന്ന പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, തകർച്ചകള്, സഹനങ്ങള് ഇരുഭാഗത്ത് നമ്മളിങ്ങനെ ഞെരുക്കാണ്. കാരണം കണ്ട് ഞെക്കി ഞെരുക്കാണ് നമ്മളിങ്ങനെ. നിങ്ങൾ ഈ ചക്കിലിട്ട് ഇങ്ങനെ ആട്ടുന്ന, നിങ്ങൾ കണ്ടില്ല പണ്ടൊക്കെ നാളികാരം, ഈ എന്താ പറയാ, തേങ്ങക്കൊത്ത്. നമ്മുടെ നാട് നിങ്ങൾ മറന്നോന്ന് എനിക്കറിയാൻ പാടില്ല. പലരുടെ വന്ന ഒത്തിരി വർഷങ്ങളെങ്കിലും നമുക്ക് ആ കുഞ്ഞുനാളിൽ ഓർമ്മകളൊക്കെ നിൽക്കുന്നുണ്ടാവില്ലേ? പണ്ടൊക്കെ ഈ വെളിച്ചെണ്ണ ചക്കിലിട്ട് ആട്ടുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കൊപ്ര ആട്ടുന്ന ആ എണ്ണച്ചക്കകൾ കണ്ടിട്ടുണ്ടോ? ആ ചക്കിലേക്ക് കൊപ്ര ഇട്ടിട്ട് ഈ കൊപ്ര ഇങ്ങനെ ഇത് കിട്ടുന്ന ഞെരുങ്ങാണ്. അത് ഞെരുങ്ങി അതിങ്ങനെ അള്ളിഞ്ഞ് നിൽക്കുമ്പോൾ അതിൽ നിന്ന് വെളിച്ചെണ്ണ, എണ്ണ, ഓയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? നീ മുറിയപ്പെടുക. ഇതുപോലെ ഞെക്കി ഞെരുങ്ങി പോകാൻ കർത്താവ് ചില സന്ദർഭങ്ങളിൽ നിന്നെ അനുവദിക്കും. എന്തിനാണെന്നറിയോ? നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, നിന്നിലുള്ള ഏറ്റവും ബെസ്റ്റിനെ പുറത്തു കൊണ്ടുവരാൻ. ഏറ്റവും നല്ലതിന്, ഏറ്റവും പ്യുവർ ആയിട്ടുള്ളതിന്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശോധനകളിൽ നിങ്ങൾ ആരും അസ്വസ്ഥനാകരുത്. കർത്താവ് കൂടെയുണ്ട്. 23-ാം സങ്കീർത്തന 4-ാമത്തെ വചനം ഒത്തിരി ഉറപ്പ് തരുന്ന വചനം അല്ലേ? എന്താണ് ആ സങ്കീർത്തന വചനം പറയുന്നത്? മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും. ഒത്തിരി തൊട്ടൊരു വചനമാണത്. സങ്കീർത്തകനായ ദാവീദ് നടക്കുന്നത് ഈ അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലും കാണുന്ന പോലെ വലിയ വലിയ മോട്ടോർ വേയിലൂടെയല്ല. 6 ലൈൻ 8 ലൈൻ പോലെയുള്ള ഭയങ്കര വിശാലമായ ഹൈവേ കൂടെ അല്ല അവർ പോകുന്നത്. നാഷണൽ ഹൈവേകളുണ്ട് ഇവിടെ. അവിടുത്തെ ഹൈവേയിലൂടെയാണ് പോണത്. ആണോ? അല്ലല്ല, കൂരിരുൾ താഴ്വര, മരണം പതിഞ്ഞിരിക്കുന്ന താഴ്വര, അതുപോലെ ദുർഘടമായ ഒരു താഴ്വര. ദാവീദ് പറയാ, ഈ താഴ്വരയിലൂടെയാണ് എന്റെ ജീവിതം കടന്നു പോകുന്നതെങ്കിലും എന്റെ കർത്താവ് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. എത്ര ശക്തമായൊരു ഉറപ്പാണ്. എന്റെ സഹോദരി, നിനക്ക് ഈ ഉറപ്പുണ്ടോ?
എന്തോരം വചനം കേട്ടു നമ്മൾ. ഈ വചനങ്ങൾ കേട്ടു, എന്തോരം യൂട്യൂബിലും അതുപോലെ ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ, എന്തോരം വചന വെറൈറ്റി പ്രീച്ചേഴ്സ്, വെറൈറ്റി മെസ്സേജസ്. ഇതൊക്കെ കേട്ടിട്ടും വിശ്വാസത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഈ ഉറപ്പ് കിട്ടുന്നുണ്ട്. ഈ ഉറപ്പുണ്ടോ സഹോദരങ്ങളെ? എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഈ പരിശോധനയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഈ സത്യം മനസ്സിലാക്കി വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശോധനകളെ കൃപയായി സ്വീകരിക്കുക. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനം പറയുന്നു, അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നിപരിശോധനകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സംഭ്രമിക്കരുത്, നിങ്ങൾ അസ്വസ്ഥരാകും, ഭയപ്പെടരുത്. ഇതെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് പരിശുദ്ധാത്മ പറയുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ ഒന്ന് സഹനങ്ങളിലൂടെ പോകുന്നവരാണ്, കണ്ണുനീര് അനുഭവിക്കുന്നവരാണ്. എൻ്റെ സഹോദരൻ, നമ്മളിത് പരിഭ്രമിക്കരുത്. ഈ സഹനങ്ങളൊന്നും നമ്മളെ തകർക്കാനുള്ളതല്ല, നമ്മൾ മുക്കിക്കളയാനുള്ളതല്ല. പേമാരികളുണ്ട്, വെള്ളപ്പൊക്കങ്ങളുണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്. ഇതിന് നടുവിലും കർത്താവിനെ മുറുകെ പിടിക്കുക. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. നീ കർത്താവിനെ ആശ്രയിക്കുക, നീ കർത്താവിനെ മുറുകെ പിടിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, കർത്താവിനെ വട്ടമിട്ട് പിടിക്കണം. ഇങ്ങോട്ട് നോക്കി, വട്ടമിട്ട് പിടിക്കുക. കർത്താവിനെ വട്ടമിട്ട് പിടിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന സഹനങ്ങളിൽ, ദുരിതങ്ങളിൽ, സങ്കടങ്ങളിൽ, കണ്ണുനീരുകളിൽ നിനക്ക് വേണ്ട ശക്തി, നിനക്ക് വേണ്ട എനർജി പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യും. നീ ആ പ്രശ്നത്തിൽ മുങ്ങിപ്പോകാൻ ഒരിക്കലും നിന്റെ കർത്താവ് അനുവദിക്കുകയില്ല. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ സത്യം മനസ്സിലാക്കി നീ കർത്താവിനോട് ചേർന്നിരിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. യെസ് ലോർഡ്, ഐ ബിലീവ് ലോർഡ്. അങ്ങയുടെ വചനം ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ സെക്കൻഡ് കമ്മിങ് ഞാൻ വിശ്വസിക്കുന്നു, ഇറ്റേണൽ ലൈഫ് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ പ്രോമിസുകൾ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസ ബോധ്യത്തോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ തിരുവചന സത്യങ്ങൾ ഞങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ഞങ്ങളിലുള്ള അസ്വസ്ഥതകൾ, മനസ്സിന്റെ ഭാരങ്ങൾ, ഹൃദയത്തിന്റെ ആകുലതകളിലേക്ക് കർത്താവ് നീ വചനം അയച്ച് ഞങ്ങളെ നീ എംപവർ ചെയ്യണമേ, ഞങ്ങളെ നീ ഹീൽ ചെയ്യണമേ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. എല്ലാ തകർച്ചകളും, എല്ലാ ബന്ധനങ്ങളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. കർത്താവിന്റെ കൃപയും ശക്തിയും ഞങ്ങളിലേക്ക് എടുക്കട്ടെ. ദൈവകൃപയുടെ സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ പൈശാചിക രൂപികളും ചിതറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവ്, സാധാരണ കൃപകൾ, അതിസ്വാഭാവികമായ അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവെ, ഈ സ്റ്റുഡിയോയും അതുപോലെ ടീം ഷെഖേന, അമേരിക്കയിലുള്ള, കാനഡയിലുള്ള, അതുപോലെ ലോകത്തിന്റെ പലയിടങ്ങളിലുള്ള ഷെഖേന കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളെ, അവരുടെ നിയോഗങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, ഈ ശുശ്രൂഷ സഹായിക്കുന്നവരെ, ഇതുമായി ബന്ധപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം, അവരെ എല്ലാം കർത്താവേ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കണമേ. നിന്റെ നിരന്തരമായ പരിപാലനം അവർക്കെല്ലാം ഉണ്ടാകട്ടെ. ആമേൻ.